പുതുപ്പള്ളി പഞ്ചായത്തിൽ പുതുക്കിപ്പണിത പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേര് നൽകിയതാണ് പ്രതിഷേധത്തിന് കാരണം. കമ്മ്യൂണിറ്റി ഹാളിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പുതുപ്പള്ളി കവലയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാം കെ വർക്കി ഏകദിന നിരാഹാര സമരം നടത്തി. മുൻ മുഖ്യമന്ത്രിയും 53 വർഷം പുതുപ്പള്ളി MLAയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് കമ്മ്യൂണിറ്റി ഹാളിനിടണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ കമ്മ്യൂണിറ്റി ഹാളിന് EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്നാണ് പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി പേരിട്ടത്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പേരില്ലാതാക്കാൻ എന്തും ചെയ്യും എന്ന തരത്തിലേക്ക് CPM മാറിയിരിക്കുകയാണെന്നും പുതുപ്പള്ളിക്കാരുടെ ആഗ്രഹം ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നുമായിരുന്നു ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചത്. ഒരു ആവശ്യമില്ലാത്തൊരു വിവാദത്തിലേക്ക് നമ്മളെ നയിച്ചിരിക്കുക. ഈ ഒരു വിവാദം ഇപ്പോൾ ആവശ്യമുണ്ടോ? CPM ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പേരും EMSന്റെ പേരും രണ്ടുപേരുടെ പേരും വിവാദത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ഒരു മടിയുമില്ല എന്ന് CPM കാണിച്ചിരിക്കുന്നു. മരിച്ചവരോട് രാഷ്ട്രീയ വരുത് എന്നുള്ളതാണ് എനിക്ക് CPMനോട് പറയാനുള്ളത്. എന്നാൽ പേരിടൽ സംബന്ധിച്ച് സെപ്റ്റംബർ 7-ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടന്നിരുന്നുവെന്നും ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചാണ് EMSന്റെ പേര് നൽകാൻ തീരുമാനിച്ചതെന്നുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് പറയുന്നത്. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചുകൊണ്ട് എല്ലാ നടപടികളും സുതാര്യമാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പേരിടുകയും അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ക്രമീകരിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടായത്. അതിനകത്ത് നമ്മൾ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നിർദ്ദേശിക്കണമെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടി പെട്ടെന്ന് ആരോടും പൊതുവെ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഭരണസമിതിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഒരു സമന്വയമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. അതിൽ പ്രത്യേകം അങ്ങനെ ഒരു വിവാദങ്ങൾ ഈ സമയത്ത് ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ നിയമപരമായാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കോട്ടയത്ത് എത്തുമ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അറിയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ 24-ാം തീയതി ഡേറ്റ് തന്നു. അതിൻ്റെ ഉദ്ഘാടന നടപടികളുമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഈ മാസം 24-ന് മന്ത്രി MP രാജേഷ് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സി മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.